ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നേച്ചും പിന്നെ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ഗ്യാപ്പ് അപ്പ് നടന്നെങ്കിലും ഫുള്ളി കംപ്ലീറ്റ്ലി ആ ഗ്യാപ്പ് ക്ലോസ് ആയി. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്, മൺഡേ മുതൽ നമ്മൾ കാണുന്നത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറയാറുണ്ട് ഒരു ആവറേജ് മൂവ്മെന്റ് ഉണ്ട്. അത് കഴിയണത് കൊണ്ട് ഗ്യാപ്പ് അപ്പിൽ തന്നെ ആ ആവറേജ് മൂവ്മെന്റ് കഴിയണതുകൊണ്ട് കുറച്ചും കൂടി വല്ല 10-20 പോയിന്റ്സ്, അത് ഓരോ ഇൻഡെക്സ് അനുസരിച്ച് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് സൈഡ് വേസ് പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. പിന്നെ നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സിന്റെ അനാലിസിസ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പോ സെൻസെക്സ് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, കാര്യം പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെൻസെക്സ് അനലൈസ് ചെയ്യാം. അപ്പോൾ സെൻസെക്സ് ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ന് നിഫ്റ്റി പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ അതിന് ശേഷം സൈഡ് വേസ് ആണ് മൂവ് ചെയ്തത്. എടുത്തു പറയാനുള്ള കാര്യം, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന 1310 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഓക്കെ, ഫുള്ളി ക്ലോസ് ആയി 310 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 77,143 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് തന്നെ പറയാനുള്ളത്, അതായത് മാർക്കറ്റ് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് സൈഡ് വേസ് പോകുന്നതുകൊണ്ട് തന്നെ നാളെ സെൻസെക്സ് ഓപ്പൺ ചെയ്യുമ്പോഴും നോക്കണം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 19th ജൂൺ എഗ്രിമെന്റ് സൈൻ ചെയ്യണേണ്. വാറൊക്കെ അവസാനിച്ചു, പക്ഷെ എഗ്രിമെന്റ് സൈൻ ചെയ്യണേണ്. നമ്മുടെ US ഇറാൻ വാർ, ഇസ്രായേൽ ഇറാൻ വാർ, അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യണേണ്. അപ്പൊ അതിൻ്റെതായ ചെറിയ ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവും, വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ താഴെ നമുക്കറിയാം 650 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മറന്നു കളയരുത്. മാർക്കറ്റ് താഴ്ത്തോട്ട്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന 76,500 താഴ്ത്തോട്ട് മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്യുവാണെങ്കിൽ, കാര്യം ഇപ്പൊ മാർക്കറ്റ് മുകളിലായതുകൊണ്ടാണ് ഈ 76,500 ഒക്കെ ഇനി സപ്പോർട്ട് ആയിട്ട് മാറും. ഓക്കെ, കാര്യം മാർക്കറ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്ന 77,143 അപ്പോൾ താഴ്ത്തോട്ട് 76,500 താഴ്ത്തോട്ട് മൂവ് ചെയ്താൽ ഈ 650 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അനാലിസിസിലോട്ട് കടക്കാം. ഞാൻ എല്ലാം വരച്ച് കാണിച്ചു തരാം. അപ്പൊ ആദ്യമേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങാം. അതായത് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് നേരത്തെ പറഞ്ഞ പോലെ 77,143 ആണ് ഇന്നത്തെ സെൻസെക്സിന്റെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 77,155.62 പ്ലസ് 347 പോയിന്റ്സ് അപ്പ് 0.45% പെർസെൻറ്റേജ് വൈസ് മൂവ്മെന്റും വന്നിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് 347 പോയിന്റ്സ് അപ്പ് ആണെങ്കിൽ കൂടി മാർക്കറ്റ് സൈഡ് വേസ് ആണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് അറിയാം അല്ലോ എന്താണ് സൈഡ് വേസ് മാർക്കറ്റ് മൂവ് ചെയ്താൽ തീറ്റ DK കൂടും, പ്രീമിയം DK കൂടും. അപ്പൊ അതനുസരിച്ച് വേണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് സൂക്ഷിച്ചു വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നാളത്തെ അനാലിസിസിലോട്ട് കടക്കാം. ഗ്യാപ്പുകളൊക്കെ ഇപ്പോൾ മുകളിലോട്ടുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി 650 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുള്ളതാണ് ഫില്ലാകാനുള്ള. അപ്പൊ അനാലിസിസിലോട്ട് ഞാൻ കടക്കട്ടെ. നമുക്കിനി നോക്കാനുള്ള നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ സെൻസെക്സ് വരുന്നത് ഇവിടം കൊണ്ടാണ്. 77,563 ഉണ്ട്. അതുകൊണ്ട് ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 77,600 എന്ന് എഴുതുകയാണ്. 77,600 ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ ഒരു കാര്യവും കൂടിയുണ്ട്. കാര്യം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വളരെ ചെറിയ ഗ്യാപ്പാണ്, എന്നാലും അത് ആ ഗ്യാപ്പ് കൺസിഡർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ 77,600 ബ്രേക്ക് ഔട്ട് ആയാൽ ഈ ഗ്യാപ്പിന് അത്ര വലിയ മെഷർമെന്റ് ഇല്ല. സെൻസെക്സിനെ അപേക്ഷിച്ച് ഒരു ചെറിയ മെഷർമെന്റ് ആണ്, 103 പോയിന്റ്സ് ഉള്ള. അത് ഈസിലി ക്ലോസ് ആകും. അപ്പൊ ട്രേഡ് എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത്, നല്ലൊരു 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. 1 അവറിൽ കൺഫർമേഷൻ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആവുന്ന പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും 77,600 എന്ന് പറയുന്നത് തന്നെ 441 പോയിന്റ്സ് ആണ്. പിന്നെ അതിന്റെ താഴെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഗ്യാപ്പ് വരെ എടുക്കാൻ നേരത്ത്, ഗ്യാപ്പിന്റെ ഡൗൺ ലെവൽ വരെ എടുക്കാൻ 516 പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് മാർക്കറ്റ് താഴത്തോട്ട് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഗ്യാപ്പിന്റെ ലെവലാണ്, ഇമ്പോർട്ടന്റ് പൊസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാതെ ആ ഗ്യാപ്പ് ക്ലോസിങ്ങിനെ പ്രതീക്ഷിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ
നെക്സ്റ്റ് ലെവല് വരാൻ പോകുന്നത്, ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ നെക്സ്റ്റ് ലെവല് വരാൻ പോകുന്നത് 78,400 ആണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, 78,400. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ട് ലെവൽസ് വരുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ്, ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ. ഇത് രണ്ടും എടുക്കാൻ കാര്യം ഇന്നത്തെ മേജർ ഏറ്റവും താഴെ വരെ പോയ ലെവലാണ്. അവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടായാൽ മതി, അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 76,800 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം, 76,800. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 76,400. 76,400 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 2. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ലെവൽസ്. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. അതുകൊണ്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകണമെങ്കിൽ സൈഡ് വേസ് അല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. കൂടുതൽ ഇപ്പോൾ 3 ദിവസത്തെ ട്രെൻഡ് കാണുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി ആ ആവറേജ് ലെവലിൽ കടന്നു കഴിഞ്ഞാൽ സൈഡ് വേസ് ആണ്. അതുകൊണ്ട് അതനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഇവിടെ നോക്കാനുള്ള വേറൊരു കാര്യം, ഈ 76,800 അവിടെ നിന്ന് താഴത്തോട്ട് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് ലെവലായ 76,400 മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കുക. 76,400 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ ബാഡ് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ താഴത്തോട്ട് 650 പോയിന്റ്സ് ഗ്യാപ്പിലോട്ടൊക്കെ പുൾ ഓവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇൻഡിസസിന്റെ പെർഫോമൻസും നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ഒക്കെ നോക്കാം. നിഫ്റ്റി 50 ടോപ്പ് ഗെയിനർ വന്നിരിക്കുന്നത് ട്രെൻഡ്, ബെൽ, ഹിൻഡാൽകോ, SBI ലൈഫ്, ഇറ്റേണൽ, HDFC ലൈഫ്, ടാറ്റ സ്റ്റീൽ എന്നിവയൊക്കെയാണ്. ലൂസേഴ്സിലെ ലിസ്റ്റില് ഏറ്റവും മോളിൽ വന്നിരിക്കുന്ന TMPV, സിപ്ല, ബജാജ് ഫൈനാൻസ്, SB ഒക്കെയാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ലൂസേഴ്സ് ഇന്ന് കുറവാണ്, കുറച്ച് ബെറ്റർ പെർഫോമൻസ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി കാണിച്ചത്. IDFC ഫസ്റ്റ് ബാങ്ക്, കൊഡാക് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയൊക്കെയാണ് ലൂസേഴ്സ് ആയിട്ട് വന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസറായിട്ട് ഇന്ന് പെർസെന്റേജ് വൈസ് നോക്കിയാൽ ആക്സിസ് ബാങ്ക് ആണ് ലൂസറായിട്ട് വന്നത്. ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് യെസ് ബാങ്ക് ആണ്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ, കാനറ, SBIN, ഇൻഡസ് ബാങ്ക്, PNB ബാങ്ക്, ഫെഡറൽ, HDFC, ICICI, AU ബാങ്ക് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും തന്നെ എല്ലാം സൈഡ് വേസ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും ഒരു നല്ലൊരു 1% മുകളിൽ പെർഫോം ചെയ്തത് നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ആണ്. സെക്ടോറിയൽ ഇൻഡിസസ് നോക്കുവാണെങ്കിൽ സെക്ടോറിയൽ ഇൻഡിസസിൽ എല്ലാം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവൻ ബെയറിഷ് മൂവ്മെന്റ് ആണെങ്കിൽ 0.05, 0.17 വളരെ ചെറിയ ബെയറിഷ് മൂവ്മെന്റ്സേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് എടുത്ത് പറയാനുള്ളത് നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, ഇതിനകത്ത് ഏറ്റവും നല്ലത് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം നല്ല ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. അതിനകത്ത് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 2% മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. ബാക്കിയെല്ലാം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നിഫ്റ്റിയാണ് നോക്കാനുള്ളത്. അപ്പൊ നിഫ്റ്റിയിലോട്ട് കിടക്കട്ടെ. അപ്പോ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം സെൻസെക്സ് പോലെ തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിഫ്റ്റിയും സെൻസെക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് NSE സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെയിം മൂവ്മെന്റ് ആയിരിക്കും നിഫ്റ്റിയിലും സെൻസെക്സിലും ഏകദേശം കാണിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോ. അതായത് ഞാൻ മൺഡേ എടുത്ത വീഡിയോയിൽ ഒരു ഗ്യാപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഇപ്പോൾ ഏകദേശം ഫുള്ളി ക്ലോസ് ആയി എന്ന് പറയാം. ഇനി വളരെ ചെറിയ പോയിന്റ്സ് ഉള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് ഇന്ന് ഫുള്ളി ക്ലോസ് ആയി. പിന്നെ ഉള്ളത് പറയാനുള്ളത് താഴെയുള്ള ഗ്യാപ്പും ഇനിയുള്ള ഗ്യാപ്പ്, താഴെയുള്ള ഇവിടത്തെ ഗ്യാപ്പും ആണുള്ളത്. അത് മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലം അത്രയും വലിയൊരു ഫോളോ നടക്കാൻ സാധ്യതയില്ല. കാര്യം ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,200 ആയിട്ട് വരും. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത്. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 2 ലെവൽ എന്ന് പറയുന്നത് 24,300 ആണ്. ഓക്കെ, 24,300 ഇതാണ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് വരാൻ പോകുന്നത്. ഇവിടെയും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്.
ഓക്കെ, നിഫ്റ്റിയിൽ ഞാൻ സെൻസെക്സിൽ കാണിച്ച പോലെ നിഫ്റ്റിയിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നാൽ ഈ ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. ഏകദേശം 56 പോയിന്റ്സ് ഗ്യാപ്പ് ഉള്ള, അതുകൊണ്ടാണ് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ 56 പോയിന്റ്സ് ഒക്കെ ഈസിലി ക്ലോസ് ആകും. പിന്നെ മാർക്കറ്റിന്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് അപ്പും നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പക്ഷെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ മാർക്കറ്റിന്റെ പ്രവണത കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഗ്യാപ്പ് അപ്പിൽ തന്നെ ആവറേജ് മൂവ്മെന്റ് കഴിയും. അപ്പൊ പിന്നെ മാർക്കറ്റിന് പിന്നെയും അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ബയേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കാണിക്കും. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവര് തീറ്റ ഡി കെ പ്രതീക്ഷിക്കണം. കാര്യം സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്താൽ പ്രീമിയം ഡി കെ സംഭവിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നോക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കാനുള്ളത് നല്ല കൺഫർമേഷൻ ക്യാൻഡിൽസ്, നല്ല ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട് എന്ന് പറയാൻ കാരണമുണ്ട്. കാര്യം പണ്ട് ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പ് റെസിസ്റ്റൻസ് ലെവലായിരുന്നു, അതിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇനിയിപ്പോൾ നാളെ അപ്സൈഡ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഈ 24,100 ഉണ്ട്, ഞാൻ റൗണ്ട് അപ്പ് ആയിട്ടാണ് പറയുന്നത്. 24,000 എന്ന ലെവല് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. കാര്യം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ താഴെയുള്ള ലെവൽസിന് സപ്പോർട്ട് ലെവൽസ് ആയിട്ടേ കാണുള്ളൂ, മുകളിലോട്ടുള്ളതിനൊക്കെ റെസിസ്റ്റൻസ് ലെവൽസ് ആയിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇവിടെ റീട്രേസ് ചെയ്താലും ഈ സപ്പോർട്ടിൽ, അതായത് ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ലെവലിൽ വന്ന് സൈഡ് വേസ് ആണെങ്കിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ താഴ്ത്തോട്ടുള്ള സപ്പോർട്ട് ലെവൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് 23,900 എന്ന ലെവലാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ 23,900. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻട്രാഡേ സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. ഈ ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ താഴെയുള്ള ഈ ഗ്യാപ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ മാർക്കറ്റ് താഴ്ത്തോട്ട് വരുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കറണ്ടിലുള്ള അവസ്ഥയിൽ വെച്ച് നോക്കിയാൽ സെൻസെക്സിലായാലും നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലൊക്കെ നോക്കിയാലും താഴ്ത്തോട്ട് പോകാനുള്ള പ്രവണത കുറവാണ്. സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിച്ചാൽ മതി. കാര്യം വോർക്ക നിർണ്ണ കാരണം ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. അത്ര വലിയ നെഗറ്റീവ് ന്യൂസിന് പറ്റിയ കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം വരുന്നില്ല. അതാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മളൊരു കരുതലായിട്ട് 23,900 സപ്പോർട്ട് ലെവല് എടുക്കേണ്ടതാണ്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമ്മുടെ ഈ 158 പോയിന്റ്സ് താഴെയുള്ള ഗ്യാപ്പ് ഫില്ലാകാൻ മാർക്കറ്റ് താഴ്ത്തോട്ട് വരുള്ളൂ. 158 ഉള്ളതുകൊണ്ട് 160 പോയിന്റ്സ് ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് ചെയ്തതാണ്. 160 പോയിന്റ്സ് ഗ്യാപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. അത് മാത്രമല്ല, ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ അനാലിസിസ്, പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 8870135772 എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യാം. നിങ്ങൾക്ക് അനുസരിച്ചുള്ള കോഴ്സ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. മാർക്കറ്റിൽ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുവിധം നിങ്ങൾ എന്തിലാണ് ഫേസ് ചെയ്യണതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നിഫ്റ്റി 50യുടെയും സെൻസെക്സിന്റെ അനാലിസിസ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.